ഹായ് ഫ്രണ്ട്സ്, ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങാൻ നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായി നടത്തുന്ന രണ്ട് അനാലിസിസുകളുണ്ട്. ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസും മറ്റൊന്ന് ടെക്നിക്കൽ അനാലിസിസും. ടെക്നിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ആ കമ്പനീൻ്റെ ബിസിനസ് എന്താണെന്നോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്, ആ കമ്പനി ലാഭത്തിലാണോ, പക്ഷേ ഇതൊന്നും നമ്മൾ നോക്കാറില്ല പൊതുവെ. കാരണം അവിടെ പ്രൈസ് മൂവ്മെൻറ്റിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്ന ഒരു ഊഹക്കച്ചവടം മാത്രമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആ കമ്പനിയുടെ ബിസിനസ് മോഡൽ അറിഞ്ഞിരിക്കണം, ആ ബിസിനസ് എന്താണ് അവർ ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം, അവരുടെ ലാഭം എങ്ങനെയുണ്ട്, അവരുടെ പെർഫോമൻസ്, സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാരൻ ബഫെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏതൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ആ ബിസിനസ് എന്താണെന്ന് അറിയാതെ നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ആ ഒരു വാക്ക് നമ്മൾ കടകെടുത്താൽ നമ്മൾ ഒരിക്കലും ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ ആ കമ്പനിയെ പറ്റി ശരിക്കും പഠിച്ചിരിക്കണം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റേഷ്യോസ്, പ്രത്യേകിച്ച് PE റേഷ്യോ, മാർക്കറ്റ് ക്യാപ്, PB റേഷ്യോ, ROE, ROC അങ്ങനെ തുടങ്ങി കുറേ വലിയൊരു ഏരിയ ആണിത്, ലേണിംഗ് ഏരിയ ആണിത്. അപ്പോൾ അതിൽ നിന്ന് പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ വലുപ്പം മനസ്സിലാക്കാൻ നാം ഉപയോഗിക്കുന്ന ഒരു ഡാറ്റയാണ് മാർക്കറ്റ് ക്യാപ്പ് അഥവാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. മലയാളത്തിൽ വിപണി മൂലധനം എന്ന് പറയും. ഒരു കമ്പനി മാർക്കറ്റിൽ ഇറക്കിയ മൊത്തം ഷെയറിനെ ഇപ്പോഴത്തെ ഷെയറിൻ്റെ വില കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഒരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ റിലയൻസ് കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ 677 കോടി എണ്ണമാണ്. 677 കോടി എണ്ണം ഷെയറാണ് ഒരു മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണത്തെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള ഏകദേശം 1500 രൂപയാണ് 2500 രൂപയാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ 16 ലക്ഷം കോടിയാണ് റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്, ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ അതായത് നിങ്ങൾ റിലയൻസിൻ്റെ മൊത്തം ഷെയർ നിങ്ങൾ വാങ്ങണമെങ്കിൽ 16 ലക്ഷം കോടി രൂപ നിങ്ങളുടെ കയ്യിൽ വേണം. അങ്ങനെയാകുമ്പോൾ റിലയൻസിൻ്റെ മൊത്തം നിങ്ങൾക്ക് കൈപ്പിടിയിലാക്കാം. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില മാറുമ്പോൾ മാർക്കറ്റ് ക്യാപ്പിലും ഉയർച്ച താഴ്ചകളുണ്ടാവും. കാരണം ഇത് ഷെയർ പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ടോട്ടൽ ഷെയർസ് ആണല്ലോ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്ന 100 മാർക്കറ്റ് ക്യാപ്പിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന 100 കമ്പനികളെയാണ് നിഫ്റ്റി ലാർജ് ക്യാപ്പ് കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് നിഫ്റ്റി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞിട്ട് 101 മുതൽ 250 വരെയുള്ള കമ്പനികളെ മിഡ് ക്യാപ്പ് കമ്പനികൾ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 251 മുതൽ 500 വരെയുള്ള കമ്പനികളെ സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് എത്രയും കൂടുതലാണോ അത്രക്കും ആ കമ്പനി വലുതാണ്. അത് ഒരു കമ്പനിയുടെ വലുപ്പം മനസ്സിലാക്കാനാണ് നമ്മൾ പൊതുവെ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ള ഈ ഒരു പാരാമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കമ്പനി അവരിറക്കിയ ഷെയറിന് അവരുടെ റെക്കോർഡുകളിൽ കാണിക്കുന്ന വിലയാണ് ഫേസ് വാല്യൂ. ഇപ്പോൾ ഉദാഹരണത്തിന് റിലയൻസിൻ്റെ മാർക്കറ്റ് പ്രൈസ് 2500 ആണെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൽ അത് 10 രൂപ മാത്രമേ കാണുള്ളൂ. ഇപ്പോഴാണല്ലോ ഡിമാറ്റ് അക്കൗണ്ട് വന്നത്, പണ്ടൊക്കെ ഷെയർ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുക. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ 10 രൂപയായിരിക്കും ഇതിൻ്റെ വില. അപ്പോൾ പക്ഷേ മാർക്കറ്റിലെ വില 2500 അപ്പോൾ നല്ല ഡിമാൻഡുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ പൊതുവെ ഫേസ് വാല്യൂവിനേക്കാൾ എത്രയോ ഉയരത്തിലായിരിക്കും സ്റ്റോക്കിൻ്റെ യഥാർത്ഥ വില മാർക്കറ്റിലുണ്ടാവുക. എന്നാൽ ഡിമാൻഡ് ഇല്ലാത്ത ഒരു പെന്നി സ്റ്റോക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഫേസ് വാല്യൂക്കിനേക്കാളും താഴെയായിരിക്കും അതിൻ്റെ വില. അത് നമുക്ക് അങ്ങനെയുള്ള കുറേ കമ്പനികളുടെ ലിസ്റ്റും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കമ്പനികൾക്ക് വേണമെങ്കിൽ ഈ ഫേസ് വാല്യൂവിൽ മാറ്റം വരുത്താം. ഉദാഹരണത്തിന് വിപ്രോയുടെ ഫേസ് വാല്യൂ ഇപ്പോൾ 2 രൂപയാണ്, എന്നാൽ MRFൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. അപ്പോൾ MRF കരുതുകയാണ് നാളെ, അതായത് ഈ ഫേസ് വാല്യൂ 10-ൽ 1 ആക്കണമെന്ന് കരുതുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ആ സ്റ്റോക്കിനെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പം 1:10 എന്ന രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ 1 രൂപയായിട്ട് കുറയും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 1 ലക്ഷം രൂപ വിലയുള്ള MRF ഷെയറിൻ്റെ വില 10,000 രൂപയായിട്ട് കുറയും. മാർക്കറ്റിലും അത് 10,000 രൂപയായിരിക്കും പിറ്റേന്ന് മുതൽ അത് കാണിക്കുക. അപ്പോൾ ഇത് ഫേസ് വാല്യൂവിൻ്റെ പ്രാധാന്യം ഇതുമാത്രമൊക്കെ ഉള്ളൂ. അതുകൂടാതെ ഫേസ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ബോണസ് ഷെയറുകളും അതുപോലെ നമുക്ക് ഡിവിഡൻറ്റുകളും കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫേസ് വാല്യൂ ഉണ്ടോ, ഇപ്പോൾ ഉദാഹരണത്തിന് 10% ഡിവിഡൻറ്റ് പേ ഔട്ടാണ് അവർ തീരുമാനിച്ചതെങ്കിൽ നിങ്ങൾ ഫേസ് വാല്യൂവിൻ്റെ 10% കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫേസ് വാല്യൂവുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി മറ്റൊന്നാണ് PE റേഷ്യോ എന്ന് പറയുന്നത്, അഥവാ പ്രൈസ് ടു ഏർണിംഗ് അല്ലെങ്കിൽ PE അല്ലെങ്കിൽ PE റേഷ്യോ. ഇതൊക്കെ പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ ഏർണിംഗ് പെർ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് PE റേഷ്യോ കിട്ടുക. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഏർണിംഗ് പെർ ഷെയർ?
ഇപ്പോൾ കമ്പനി നമുക്കറിയാം ഒരു സാമ്പത്തിക വർഷം ഉണ്ടാക്കിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ്, അതായത് എല്ലാ ചിലവുകളും കഴിച്ചിട്ട് ടാക്സും ഇൻട്രസ്റ്റും മറ്റ് എല്ലാ എക്സ്പെൻസുകളും കഴിച്ചിട്ട് മൊത്തത്തിൽ കമ്പനിക്ക് അവസാനം കയ്യിൽ വരുന്ന ഒരു പൈസയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ TCSൻ്റെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 2023 വർഷം 42,303 കോടിയാണ്. TCSൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ, അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രേഡിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള ഷെയറുകളുടെ എണ്ണം 3666 കോടിയാണ്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിനെ ടോട്ടൽ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 115 എന്ന ഫിഗറാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഏർണിംഗ് പെർ ഷെയർ എത്രയാണ്? 115. അതായത് ഒരു ഷെയർ, അതായത് നമുക്ക് കിട്ടിയ ലാഭം ഈ ഷെയറുകൾക്ക് വീതിച്ച് കൊടുത്താൽ ഒരു ഷെയറിന് 115 രൂപയാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മളെ 115 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3672 രൂപയാണ് നമ്മൾ ഈ TCS ഷെയർ വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം ആലോചിച്ച് നോക്കുക, 115 രൂപ ഒരു കൊല്ലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3672 രൂപ ആ സ്റ്റോക്കിൽ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ ഈ 115ൻ്റെ എത്ര ഇരട്ടിയാണ് ഈ 3672, അത് കണക്കാക്കുകയാണ് PE റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ TCS 3672നെ നമ്മൾ 115 കൊണ്ട് ഹരിച്ചാൽ 31 എന്നാണ് കിട്ടുക. അതാണ് TCSൻ്റെ PE റേഷ്യോ. അതായത് 115 രൂപ ഉണ്ടാക്കാൻ നാം 30 ഇരട്ടി വില അധികം കൊടുക്കുന്നു. അതാണ് നമ്മൾ PE റേഷ്യോ എന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്താൽ, ഇപ്പോൾ ചില സ്റ്റോക്കുകൾ 70 അല്ലെങ്കിൽ 80, 100 PE റേഷ്യോ ഉള്ള സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ 100 ഇരട്ടി അധികം വില കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ എത്ര ഈ PE റേഷ്യോ കൂടുന്നു അത്രമാത്രം ആ സ്റ്റോക്ക് മോർ ആൻഡ് മോർ എക്സ്പെൻസീവ് ആണ് എന്നാണ് അർത്ഥം. അതായത് വലിയ പ്രതീക്ഷയാണ് ആളുകൾ ആ സ്റ്റോക്കിൽ വെച്ച് പുലർന്നത്. ചിലപ്പോൾ ചെറിയൊരു എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വന്നാൽ ഈ പ്രതീക്ഷയൊക്കെ തകർന്നിട്ട് ചിലപ്പോൾ താഴോട്ട് വരാൻ സാധ്യത. അതുകൊണ്ട് PE റേഷ്യോ എപ്പോഴും കുറഞ്ഞു നിൽക്കുന്ന സ്റ്റോക്കുകളാണ് പൊതുവേ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 15-20 പൊതുവേ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു PE റേഷ്യോ. എന്നാൽ ചില സ്റ്റോക്കുകൾ വലിയ ഗ്രോത്ത് കാണിക്കും. ഇപ്പോൾ ചില സെക്ടറുകൾ നല്ല PE റേഷ്യോ അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ FMCG സെക്ടർ എടുക്കാം, അതിൻ്റെ പല സ്റ്റോക്കുകളും 40-50 മേലെയായിരിക്കും അതിൻ്റെ PE റേഷ്യോ. അപ്പോൾ ആ സെക്ടർ മൊത്തത്തിൽ അങ്ങനെ ഒരു സ്വഭാവം അതിലുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് നോക്കണം? ആ സെക്ടർ PEനോട് എത്രത്തോളം താഴെയാണ് ഇതിൻ്റെ PE എങ്കിൽ നമുക്കത് ആക്സെപ്റ്റ്. ഉദാഹരണത്തിന് 40 സെക്ടർ PE എങ്കിൽ നമുക്കൊരു 30 PE ഉള്ള സ്റ്റോക്ക് നമുക്ക് ആക്സെപ്റ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് PE റേഷ്യോയുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഫോർമുലയാണ് ROE, അതായത് റിട്ടേൺ ഓൺ ഈക്വിറ്റി. ഇതിൻ്റെ ഫോർമുല, കാൽക്കുലേറ്റ് ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി എന്നാണ്. അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എടുത്താൽ അതിൻ്റെ ഓണേഴ്സ് ആരാണ്? നമ്മളെപ്പോലുള്ള ഒരു ഷെയറാണ് നിങ്ങൾ എടുത്തതെങ്കിലും നിങ്ങൾ അതിൻ്റെ ഓണറാണ്. ഉദാഹരണത്തിന് റിലയൻസിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ ഒരു ഷെയറാണ് വാങ്ങിയതെങ്കിലും നിങ്ങൾ അതിൻ്റെ ഓണറാണ്. മുകേഷ് അംബാനിയെ പോലെ തന്നെ റൈറ്റുള്ള ഒരു ഓണറാണ് നിങ്ങൾ. എന്നാൽ മുകേഷ് അംബാനിയുടെ അടുത്ത് കൂടുതൽ ഷെയർ ഉള്ളത് കൊണ്ട് അയാൾക്ക് അതിൻ്റെ MD ആകാം, അയാൾക്ക് കമ്പനിയെക്കുറിച്ച് തീരുമാനങ്ങൾക്ക് അതിൻ്റെ പ്രൊമോട്ടറാകാം. പക്ഷെ നമുക്ക് അത്ര ഷെയർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ചേർന്ന് എത്ര പണമാണോ ഇനീഷ്യലായിട്ട് ഈ കമ്പനിയിൽ ഇറക്കിയത് അതിനെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വേറൊരു കമ്പനി എടുക്കുക, ഇപ്പോൾ MRF തന്നെ എടുക്കുക. MRFൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഈക്വിറ്റി എന്ന് പറയുന്നത് 14,508 കോടിയാണ്. ഈ കഴിഞ്ഞ 2023 MRF ഉണ്ടാക്കിയ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 816 കോടിയാണ്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5.62 എന്ന ഒരു നമ്പറാണ് കിട്ടുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിട്ടേൺ ഓൺ ഈക്വിറ്റി MRFൻ്റെ. അതായത് മുതലാളിമാർ അഥവാ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടി ഇറക്കിയ പണത്തിൻ്റെ എത്ര ശതമാനമാണ് ഓരോ വർഷവും എല്ലാ ചെലവുകളും കഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ലാഭം എന്ന് മനസ്സിലാക്കാനാണ് ഈ റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 5% ലാഭം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് വളരെ ചെറിയൊരു ലാഭമാണല്ലേ. അപ്പോൾ 20% അല്ലെങ്കിൽ 15% മുകളിലെങ്കിലും ഉണ്ടാക്കിയാലാണ് ഒരു നല്ലൊരു ROE എന്ന് നമ്മൾ പറയുക, റിട്ടേൺ ഓൺ ഈക്വിറ്റി എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു വർഷം മാത്രമാണ് 5% നമുക്കത് ക്ഷമിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തെ ROE നോക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ROE നോക്കുക. അപ്പോൾ അത് കൺസിസ്റ്റൻ്റായിട്ട് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 15 മേലെ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിസിനസ് നല്ലതാണ്, ആ ബിസിനസ് വളരെ ഗംഭീരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതാണ് ROEയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് ROCE എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ROCE കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എബിറ്റ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ എബിറ്റ എന്നാൽ അതിൻ്റെ ഫുൾ ഫോം ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആൻഡ് അമോർട്ടൈസേഷൻ എന്നാണ്. അതായത് നമ്മൾ ഒരു വർഷം നടത്തിയ സെയിൽസിന് വേണ്ടി വരുന്ന ഇപ്പോൾ റോ മെറ്റീരിയലിൻ്റെ ചിലവുകൾ, അതിൻ്റെ മാർക്കറ്റിംഗ് ചിലവുകൾ, ഇതെല്ലാം കഴിച്ചിട്ട് കിട്ടുന്ന ലാഭം, അതിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ ഈ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ഇതെല്ലാം കഴിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് പോകാതെ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാത്രം എടുക്കുന്നു. അതാണ് എബിറ്റ എന്ന് പറയുന്നത്. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഈക്വിറ്റി കൂടാതെ ലോങ് ടേം ഡെപ്റ്റ്. അപ്പോൾ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതായത് ഒരു കമ്പനി റൺ ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ നിന്നുള്ള പണം മാത്രം പോരാ, നമ്മൾ കടവും എടുക്കേണ്ടി വരും. അപ്പോൾ മുതലാളിമാർ ഇറക്കിയ പണം കൊണ്ട് മാത്രം കമ്പനി മുന്നോട്ട് പോകില്ല. അപ്പോൾ കടം എടുക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുക, അശോക ലേലൻഡ് എന്ന കമ്പനി ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ROCE നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഈക്വിറ്റി എന്ന് പറയുന്നത് 8,425 അതായത് മുതലാളിമാർ ഇറക്കിയ പൈസ 8,425 എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ മണി കൺട്രോൾ പോലെയുള്ള സൈറ്റുകളിൽ കാണുന്നത് 3,093 കോടിയാണ്. അപ്പോൾ എത്ര ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് 11,518. ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സൈറ്റുകളിൽ കാണുന്നത് 2025. അപ്പോൾ ഈ എബിറ്റയെ അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കൊണ്ട് നമ്മൾ ഹരിച്ചാൽ നമുക്ക് 17.58 എന്നുള്ള വാല്യൂയാണ് കിട്ടുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ROCE, അത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ഈ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ നേരത്തെ പറഞ്ഞതുപോലെ റിട്ടേൺ ഓൺ ഈക്വിറ്റി പോലെ തന്നെ ഒരു 15% ആകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ റിട്ടേൺ ഓൺ ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഈക്വിറ്റി പണം കൂടാതെ പുറത്തുനിന്ന് കടമെടുക്കുന്ന പണം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ കമ്പനി എത്രമാത്രം ലാഭം ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട്, അതിൻ്റെ കപ്പാസിറ്റി എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ROCE എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ കടമെടുത്താൽ ആ കടത്തിനെ നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് ഈ കമ്പനിക്കുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ROCE ഉപയോഗിക്കുക. അപ്പോൾ ROCE 15 മേലെയാണെങ്കിൽ നമുക്കൊരു നല്ല സ്റ്റോക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് എത്രമാത്രം കൂടുന്നോ അത്രക്കും ROE ആയാലും ROCE ആയാലും എത്ര കൂടുന്നോ അത്രക്കും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ആ കമ്പനിയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കഴിവ് അത്രമാത്രം അതിനുണ്ടെന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട റേഷ്യോ ആണ് ഡെപ്റ്റ് ടു ഈക്വിറ്റി റേഷ്യോ. അപ്പോൾ ഡെപ്റ്റ് ടു ഈക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റിയാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഈക്വിറ്റിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം കടം ഈ കമ്പനിക്ക് ഉണ്ട് എന്നാണ് അതിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കാറ് വാങ്ങിക്കേണ്ട 5 ലക്ഷത്തിൻ്റെ കാറാണെങ്കിൽ 2.5 ലക്ഷം നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുന്നു, 2.5 ലക്ഷം നമ്മൾ കടം എടുക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അവിടെ ഡെപ്റ്റ് ടു ഈക്വിറ്റി 1 ആണ്. കാരണം നമ്മളെ കയ്യിലുള്ള പണത്തിൻ്റെ അതേ എമൗണ്ടാണ് നമ്മൾ കടം എടുക്കുന്നത്. എന്നാൽ നമ്മളെ കയ്യിൽ 1 ലക്ഷം ഉള്ളൂ, എന്നിട്ട് നമ്മൾ 4 ലക്ഷം കടം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ 1-ൽ കൂടുതലായി ഡെപ്റ്റ് ഈക്വിറ്റി, അത് അപകടകരമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഡെപ്റ്റ് ഈക്വിറ്റിയിൽ നോക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ കടം നിയന്ത്രണാതീതമായ നിലയിൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഈ റേഷ്യോ ഉപയോഗിക്കും. ഉദാഹരണത്തിന് നമ്മൾ അദാനി പോർട്ട് നോക്കുക, അതിൻ്റെ മൊത്തം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഈക്വിറ്റി എന്ന് പറയുന്നത് 28,661, അതായത് മുതലാളിമാർ ഇറക്കിയ പൈസ 28,661. ഇനി കമ്പനിയുടെ ലോങ് ടേം കടം എന്ന് പറയുന്നത് 44,574 കോടിയാണ്. അപ്പോൾ 44,574-നെ 28,661 എന്ന ഷെയർ ഈക്വിറ്റി കൊണ്ട് ഹരിച്ചാൽ 1.55 എന്നാണ് കിട്ടുക. അപ്പോൾ 1-ൽ കൂടുതലാണ്. അതായത് മുതലാളിമാർ ഇറക്കിയ പണത്തിൻ്റെ 1.5 ഇരട്ടി അധികം നമ്മൾ കടം എടുക്കുന്നുണ്ട്. അപ്പോൾ ഡെപ്റ്റ് ടു ഈക്വിറ്റി 1-ൽ കൂടുതൽ ഒരിക്കലും നല്ലൊരു റേഷ്യോ അല്ല. അപ്പോൾ 1-ൽ താഴെ ആവുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്നിട്ട പണത്തേക്കാൾ കൂടുതൽ പുറത്തുനിന്നുള്ള കടം കമ്പനിക്ക് ഉണ്ടാകുക എന്നുള്ളത് അപകടകരമായ കാര്യമാണ്. അപ്പോൾ ഇതാണ് ഡെപ്റ്റ് ടു ഈക്വിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ കമ്പനികൾ കാണാൻ പറ്റും. അതിൻ്റെ സീറോ ഡെപ്റ്റ് കമ്പനികൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. അതൊക്കെ നല്ല കമ്പനികളായിരിക്കും. കാരണം അവർക്ക് കടം തീരെ ഇല്ല എന്ന് തന്നെ, അല്ലെങ്കിൽ അവരുടെ ഈക്വിറ്റിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നിസ്സാരമായ കടമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ ഡെപ്റ്റ് ടു ഈക്വിറ്റി റേഷ്യോയുമായിട്ട് പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റേഷ്യോ ആണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്ന റേഷ്യോ. അപ്പോൾ ഇവിടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ പ്രൈസ് ഡിവൈഡ് ബൈ ബുക്ക് വാല്യൂ.
അപ്പോൾ ഇവിടെ പ്രൈസ് എന്താണെന്ന് നമുക്കറിയാം. അത് കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഇപ്പോഴുള്ള ഷെയറിൻ്റെ വില എത്രയാണ്, മാർക്കറ്റിലുള്ള വില. എന്നാൽ ബുക്ക് വാല്യൂ എന്താണെന്ന് നമ്മൾ സിമ്പിളായി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനി നാളെ പൂട്ടേണ്ടി വന്നാൽ അതിൻ്റെ എല്ലാ അസറ്റുകളും വിറ്റുപൊറുക്കി അത് കണക്ക് കൂട്ടി അതിൽ നിന്ന് ഇതിൻ്റെ കടബാധ്യതകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണോ അതാണ് നമ്മൾ ഷെയർ ഹോൾഡർമാർക്ക് കൊടുക്കുക, അല്ലേ? അങ്ങനെ വീതിക്കുമ്പോൾ ഒരു ഷെയറിന് പെർ ഷെയറിന് എന്ത് കിട്ടും, അതിനുള്ള ഉത്തരമാണ് ബുക്ക് വാല്യൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഫോസിസിൻ്റെ ബുക്ക് വാല്യൂ 195 രൂപയാണ്. ഇൻഫോസിസിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1449 രൂപയാണ്. അതായത് എല്ലാം കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 1449 രൂപയ്ക്ക് ഈ ഷെയർ വാങ്ങിയത് കാണേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ കിട്ടാൻ പോകുന്നത് കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ 195 രൂപയെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻഫോസിസിൻ്റെ ഒരു ഷെയർ വാങ്ങാൻ നാം 1449 രൂപ കൊടുക്കാൻ തയ്യാറാവുകയാണ്. കാരണം പ്രതീക്ഷയാണ്. അപ്പോൾ 1449 195 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുക 7.4 ആണ്. അതായത് ബുക്ക് വാല്യൂവിനേക്കാൾ 7 ഇരട്ടി അധികമായിട്ടാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഏതൊരു ഷെയർ ആയാലും അതിൻ്റെ ബുക്ക് വാല്യൂവിൻ്റെ ഒരു 3 ഇരട്ടി വരെയൊക്കെ പോകാം. ഇപ്പോൾ 10 രൂപ ഉള്ളത് ഒരു 10 രൂപ ബുക്ക് വാല്യൂ ഉള്ള ഒരു കമ്പനിക്ക് 30 രൂപയൊക്കെ നമുക്ക് കൊടുക്കാം, അതൊരു 3 ഇരട്ടി കൊടുക്കാം. എന്നാൽ ബുക്ക് വാല്യൂവിന് താഴെ ട്രേഡ് ചെയ്യുന്ന കമ്പനികളും നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഇപ്പോൾ ധാരാളം അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികൾ നമുക്ക് ഇതേപോലെ ബുക്ക് വാല്യൂവിന് താഴെ, അപ്പോൾ അത് വളരെ സേഫാണല്ലോ. കമ്പനി പൂട്ടിക്കെട്ടിയാലും നമ്മളെ പണം എവിടെയും പോലും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാകുന്ന ഒരു സംഭവമാണ് ബുക്ക് വാല്യൂവിന് താഴെയുള്ള സ്റ്റോക്കുകൾ വാങ്ങുക എന്നുള്ളത്. എന്നാൽ അത് മാത്രം ഒരു പാരാമീറ്ററായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ബുക്ക് വാല്യൂ താഴെ പോകാനുള്ള വേറെ കാരണങ്ങളുണ്ട്. അപ്പോൾ പല പെന്നി സ്റ്റോക്കുകളും ചിലപ്പോൾ ബുക്ക് വാല്യൂവിനേക്കാൾ താഴെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അത് എന്തുകൊണ്ട് താഴെ പോയി എന്നും കൂടി പരിശോധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാനിവിടെ പറഞ്ഞ ഈ 7 പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സും ഇത് മാത്രമല്ല, ഇതിലും എത്രയോ പല റേഷ്യോസ് ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു ലേണിംഗ് ഏരിയയാണ്. ഒരു ഫണ്ടമെൻ്റൽസ് അനാലിസിസ് എന്ന് പറയുന്നത് അതിന് അൺലിമിറ്റഡ് ആണ്. ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് വരെ നമ്മൾ അനാലിസിസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ റേഷ്യോകൾ ഒരു വീഡിയോയിൽ പറയുക എന്നത് അസാധ്യമാണ്. അപ്പോൾ ഇവിടെ ഈ ബേസിക്കായിട്ടുള്ള കാര്യം ഇനിയും കുറേ പറയണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ പരാമർശിച്ചതും അതോ പരാമർശിക്കാത്തതുമായ റേഷ്യോകളെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാം എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.